ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അശ്വിൻ്റെയും ശ്രുതിയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ മുത്തശ്ശി ഹോളി ആഘോഷിക്കാനൊന്നും കൂടാതെ നിൽക്കുമ്പോൾ മുത്തശ്ശിൻ്റെ വേഷം കെട്ടിയിട്ട് ശ്രുതി വരുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ മീശയൊക്കെ വെച്ചിട്ട് ജുബയും മുണ്ടൊക്കെ എടുത്തിട്ട് തലയിലൊരു കെട്ടൊക്കെ ആയിട്ടാണ് ശ്രുതി വന്നിരിക്കുന്നത്. എന്നിട്ട് ശ്രുതി ഇങ്ങനെ അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. അശ്വിനൊഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, എന്താ സുഭദ്രേ, നീ എന്താ നമ്മുടെ കുട്ടികളുടെ കൂടെ ഹോളി ആഘോഷിക്കാനൊന്നും കൂടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശിക്ക് അപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി ഒന്നും സംസാരിക്കുന്നില്ല കേട്ടോ. അവളോട് മുത്തശ്ശിക്ക് ദേഷ്യമാണ് മുത്തശ്ശിയുടെ മുഖത്ത് കാണുന്നത്. മുത്തശ്ശി ഒന്നും സംസാരിക്കുന്നില്ല. എന്നിട്ട് മുത്തശ്ശീനെ ഇവളിങ്ങനെ നോക്കിയിട്ട് മീശയൊക്കെ ഇങ്ങനെ പിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നോക്കുന്ന സീൻസൊക്കെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവളൊരു പാട്ടിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങും. അതിൽ അവരെല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട്. ആദ്യം ശ്രുതിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ കൂടെ അശ്വിനല്ല, ശ്യാമം, ആകാശ്, പിന്നെ ബാക്കിയുള്ളവരൊക്കെ കൂടിയിട്ടാണ് ഡാൻസ് കളിക്കാൻ തുടങ്ങുക. അപ്പോൾ ഈ ഡാൻസ് കളിക്കാൻ തുടങ്ങും. പിന്നെ എല്ലാവരും അവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. മുത്തശ്ശിക്ക് ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശിക്ക് താല്പര്യമില്ലാത്ത പോലെയാണ് ആദ്യം കാണിക്കുന്നുണ്ടാവുക കേട്ടോ മുഖത്ത്. അപ്പോൾ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങുമ്പോൾ ഡാൻസ് കളിച്ച് തുടങ്ങി കഴിയുമ്പോൾ അശ്വിൻ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അശ്വിനൊരു ചിരിയോടെ. അശ്വിന് സന്തോഷമാവുന്നുണ്ട്, കാരണം എല്ലാവരും നല്ല സന്തോഷത്തോടെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ അശ്വിന് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അശ്വിന് സന്തോഷമാവുന്നതാണ് കാണിക്കുന്നത്. അശ്വിൻ ഇങ്ങനെ ചെറിയൊരു ചിരിയാണ് അശ്വിൻ്റെ മുഖത്ത് വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു ചിരിയോടെ അശ്വിൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ശ്രുതിയുടെ അമ്മയൊക്കെ ഉണ്ട്, അവർക്കൊക്കെ സന്തോഷമാവും. പക്ഷെ ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കളിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മേനെ കൂട്ടിയിട്ട് ഇവളിങ്ങനെ കറങ്ങിയിട്ട് അച്ഛമ്മേനെ കൂട്ടിയിട്ട് കളിക്കാൻ നിൽക്കുമ്പോൾ അച്ഛമ്മ ഇവിടെ കൈ വിടിയിപ്പിച്ചിട്ടാണ് പോകാൻ നിൽക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കും അച്ഛമ്മയ്ക്ക് ദേഷ്യം വന്നു, അത് വേണ്ടായിരുന്നു, ദേഷ്യം വന്നു എന്ന് വിചാരിക്കും. അപ്പം മനോരമാൻ്റെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഇവൾക്ക് നിൻ്റെ മദറിനോടെ എടുത്തത് നല്ലത് കേൾക്കും, അത് കേൾക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് മനോരമാൻ്റെ നിൽക്കുന്നത്. അപ്പോൾ ഇവൾ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് അച്ഛമ്മയോട് പോകുമ്പോൾ ശ്രുതി അവിടെ നിന്ന്, സുഭദ്രക്കുഞ്ഞെ നിൽക്കാടെ, നീ എന്താ ഒന്നും മിണ്ടാണ്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ വലിയൊരാൾക്കാർ സംസാരിക്കണ പോലെ സംസാരിക്കും. അപ്പോൾ എന്നിട്ടൊരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു തോക്ക് മേടിച്ചിട്ട്, ഈ വെള്ളം ചീറ്റുന്ന തോക്ക് മേടിച്ചിട്ട് വെള്ളം ഇങ്ങനെ മുത്തശ്ശിയുടെ മേത്തിക്കാണ്ട് ചീറ്റി കളയും. അപ്പോൾ എല്ലാവരും ആകെ അന്തം വിട്ടു. അവൾ എങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നുള്ള മട്ടിലെല്ലാവരും ശ്രുതിനെ നോക്കും. ശ്രുതിക്കും അത് അബദ്ധമായി എന്ന് തോന്നും. ശ്രുതി പറയും, സോറി മുത്തശ്ശി. അപ്പം മുത്തശ്ശി ശ്രുതിനെ ഒന്ന് നോക്കൂട്ടോ, കണ്ണ് തുറിച്ചിട്ട് ഇങ്ങനെ നോക്കും ദേഷ്യം വന്ന പോലെ. അപ്പം ശ്രുതിക്ക് പേടിയായി. ശ്രുതി പറയും, സോറി മുത്തശ്ശി, ഞാൻ അറിയാണ്ട് പെട്ടെന്ന് ചെയ്തു പോയതാണ്, മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം എന്ന് പറയും. അപ്പം മുത്തശ്ശി ഇങ്ങനെ നോക്കി നിന്നിട്ട് മുത്തശ്ശിയുടെ അപ്പുറത്തെ സൈഡിലും ഒരു കുട്ടി നിൽക്കുന്നുണ്ട് ഈ തോക്ക് പിടിച്ചിട്ട്. അപ്പോൾ ആ കുട്ടിയുടെയും തോക്ക് മേടിച്ചിട്ട് ശ്രുതിനെ ഇങ്ങനെ വെള്ളം ചീറ്റും. എന്നിട്ട് ഹാപ്പി ഹോളി എന്ന് പറയും ചിരിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ എന്നിട്ട് ശ്രുതിനെ കെട്ടിപ്പിടിച്ചിട്ട് ശ്രുതിയോട് പറയും, ഹാപ്പി ഹോളി മോളെ എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, മുത്തശ്ശിക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അപ്പോൾ എന്തിനാ, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, നീ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിന്ന് ഹോളി ആഘോഷിച്ചത് എന്ന് പറയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഹോളി ആഘോഷിക്കുന്നത് നീ വന്നതുകൊണ്ട് മാത്രമാണ് എന്ന് പറയും. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ശ്യാം കയറി വന്നിട്ട് പറയും, അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം മുത്തശ്ശി ഹോളി ആഘോഷിച്ചത് ഈ മരുമകൾ വന്നതുകൊണ്ടല്ലേ. അപ്പോൾ ഈ ഇളയ തലമുറയിൽ ഈ മൂത്ത മരുമകൾക്ക് ഇളയ തലമുറയിലെ മൂത്ത മരുമകൻ തന്നെ ചായം തേക്കാമെന്ന് പറയും, കളറാക്കാം മുഖത്ത് എന്ന് പറഞ്ഞിട്ട്. അവൻ കളറാക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിട്ട്, ശ്രുതിക്ക് തീരെ താല്പര്യമില്ല ശ്യാമാക്കുന്നത്. ശ്രുതിയുടെ ബാക്കിൽ നിന്നിട്ട് പ്രീതിക്കും അത്ര താല്പര്യമില്ലാത്ത പോലെയാണ് പ്രീതിയുടെ മുഖവും കാണുന്നത്. ബാക്കി എല്ലാവരും സന്തോഷിച്ച് വെച്ചിട്ടാണ് കാണിക്കുക. അപ്പോൾ ഈ സമയത്താണ് അശ്വിൻ അവിടുന്ന് കയറി വരുന്നത്. അശ്വിൻ്റെ എൻട്രി ഒക്കെ സൂപ്പറായിട്ടാണ് എൻട്രി കാണിക്കുന്നത്. നല്ല രസമുണ്ട്, നല്ല ലുക്കിലാണ് അശ്വിന് എൻട്രി ഒക്കെ ഉള്ളത്. ആ ഒരു BGM ഒക്കെ ഇട്ടിട്ട് അശ്വിൻ വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. അശ്വിൻ കയറി വരും ഇങ്ങനെ. അപ്പോൾ ശ്യാം നല്ല ഒരു അഹങ്കാരത്തോടെ കയ്യിൽ ചായം തേച്ചിട്ട് ആ വിരൽ ശ്രുതിയുടെ കവിളിൽ വെക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് വേഗം അശ്വിൻ വന്നിട്ട് ഇവൻ്റെ കൈയാണ് പിടിച്ചിട്ട് മാറ്റും. അപ്പോൾ ശ്യാമിന് ആകെ ഒരു പേടിയായി. അശ്വിൻ്റെ മുഖത്ത് ഒരു ചെറിയൊരു ഹീറോയിസും ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. എന്നിട്ട് അശ്വിൻ വന്നിട്ട് കൈ മാറ്റിയിട്ട് പറയും, ഞങ്ങളുടെ വിവാഹശേഷിയുള്ള ആദ്യത്തെ ഹോളിയല്ലേ, അപ്പം എൻ്റെ വൈഫിൻ്റെ മുഖത്ത് ഞാൻ ചായം തേക്കാമെന്ന് പറയും, കളർ തേക്കാമെന്ന് പറയും. എന്നിട്ട് അവനവിടെ പോയിട്ട് ഒരു ചുവപ്പ് കളർ പൊടി എടുത്തിട്ട് ശ്രുതിയുടെ കവിളിൽ 2 കവിളിലും കുറച്ച് ഇങ്ങനെ ആക്കി കൊടുക്കും. കുറച്ച് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഹാപ്പി ഹോളി മൈ ഡിയറസ്റ്റ് വൈഫ് എന്ന് പറയും. ഹാപ്പി ഹോളി
മൈ ഡിയർ വൈഫ് എന്ന് പറയും. അപ്പോൾ ശ്രുതിക്ക് എന്തൊക്കെയോ ഒരു ഫീലാണ്. അശ്വിൻ അങ്ങനെ മുഖത്ത് തേക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ കണ്ണടച്ചിട്ട് നിൽക്കുകയാണ് ചെയ്യുക. അതും കൂടി അശ്വിൻ ഇതും കൂടി പറഞ്ഞപ്പോൾ ശ്രുതിക്ക് നല്ല സന്തോഷം ശ്രുതിയുടെ മുഖത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് അഞ്ജലി പറയും, കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഹോളി ആഘോഷിക്കാനൊന്നും കൂടാത്ത ആളാണ്, ഇന്നിപ്പോൾ കുഞ്ഞൻ അതും ചെയ്തു. ഇനിയിപ്പോൾ നിൻ്റെ ഊഴാണ് ശ്രുതി, ഭർത്താവ് നിനക്ക് ചായം തിരിച്ചു തന്നു, ഇനി ഭാര്യയുടെ ഊഴാണ്, നീയും അവനെ ഹോളി ആശംസകളൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി കുറച്ച് നേരം ഇങ്ങനെ അശ്വിനെ നോക്കി നിന്നിട്ട് ശ്രുതി അവിടെ പോയിട്ട് ഒരു റോസ് കളർ പൊടി എടുത്തിട്ട് അവൻ്റെ മുഖത്ത് ഇങ്ങനെ തേച്ചിട്ട് ഹാപ്പി ഹോളി എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി അങ്ങനെ ചായം തേക്കുന്ന കണ്ടപ്പോൾ മുത്തശ്ശിക്ക് അഞ്ജലിക്കൊക്കെ നല്ല സന്തോഷമായി. എന്നിട്ട് മുത്തശ്ശി പറയും, ഇത് കണ്ടില്ലേ എത്ര വലിയ മലയേനെയും സ്നേഹം അലിയിച്ച് കളയുമെന്ന് പറഞ്ഞതിന് ഏറ്റവും ഉദാഹരണമാണ് ഇവർ. ശ്രുതിയുടെ സ്നേഹം കാരണം അശ്വിൻ ആകെ മാറി എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. എൻ്റെ മുത്തശ്ശനിപ്പോൾ വലിയ സന്തോഷമായിട്ടുണ്ടാവും, എൻ്റെ മുത്തശ്ശൻ്റെ ആത്മാവിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അശ്വിനും ഒരു സന്തോഷമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ താടിക്ക് കൈ വെച്ച് നിൽക്കുന്ന ഒരാളാണ് മനോരമ. മനോരമയ്ക്ക് ഇപ്പോൾ ആകെ ഇതായി, എല്ലാവരും സെറ്റായിട്ടോ, എല്ലാവരും കൂടുകയാണ് ചെയ്തത്. പിന്നെ കാണിക്കുന്ന രാമേട്ടനും വേറൊരാളും കൂടി എൻ്റെ പൂജയിലൊക്കെ എന്തൊക്കെ ഒരു പാനീയം ഉണ്ടാക്കുകയാണ്. അത് കാണിക്കുമ്പോൾ ശ്രുതി അടുത്തേക്ക് വരുന്നതാണ്. എന്നിട്ട് ശ്രുതി വന്നിട്ട് പറയുകയാണ്, രാമേട്ടൻ എൻ്റെ സഹായം എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാമേട്ടൻ പറയും, ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മോൾക്ക് അറിയുമോ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയും, ഇല്ല രാമേട്ടൻ ഇത് എന്താ ചോദിക്കും. ഇതൊരു പ്രത്യേകതരം പാനീയമാണ്, ഇത് ഇവിടുത്തെ ഹോളി ആഘോഷത്തിന് മാത്രം നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയണം. അപ്പോൾ ഇതെന്താ പ്രത്യേകത ചോദിക്കും ശ്രുതി. അപ്പോൾ പറയും, ഇത് കുറച്ച് വീര്യം കൂടിയതാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളതൊക്കെ നമ്മൾ പുറത്ത് പറയും എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതിക്കൊരു ആകാംക്ഷ തോന്നി അത് കേൾക്കുമ്പോൾ. അപ്പോൾ ശ്രുതി ചിരിച്ചിട്ട് പറയും, ഓ അയ്യോ എന്നെ എനിക്കിപ്പോൾ വേണ്ട, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മനസ്സിലുള്ളതൊക്കെ പുറത്ത് വന്നാലേ ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി ചിരിച്ചിട്ട് പോവും. പക്ഷെ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ശ്യാം അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ശ്രുതി അത് എല്ലാവർക്കും സെർവ് ചെയ്യുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ശ്രുതി അച്ഛനും പ്രീതയ്ക്കും സെർവ് ചെയ്യാൻ വരുമ്പോഴാണ് അവിടെ നന്ദു നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നന്ദു ഇത് കണ്ടിട്ട് ഇതായോ എന്ന് ഞാൻ പോയി ഇത് കുടിക്കട്ടെ, ഞാൻ ഇന്ന് കുറേ കുടിക്കുന്ന കണ്ടിട്ട് നല്ല സന്തോഷത്തിൽ നന്ദു പോവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആകാശമാണ്. ശ്രുതിയാണ് ഇത് സെർവ് ചെയ്യുന്നത്. ശ്രുതി ഇത് സൂക്ഷിക്കേണ്ട സാധനമാണ് ഉണ്ടോ പറയുകയാണ്. അപ്പം മുത്തശ്ശി അല്ല അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇന്ന് മുത്തശ്ശി എല്ലാവർക്കും ലൈസൻസ് തന്നിട്ടുള്ള ദിവസമല്ലേ എന്ന് പറയണം. അപ്പോൾ പ്രീതി ചോദിക്കും, എന്താ ഇത് ചോദിക്കുമ്പോൾ ആകാശ് പറയും, ഇതൊരു വിശിഷ്ട പാനീയമാണ്, നമ്മൾ ഇവിടെ ഹോളി ആഘോഷിക്കുമ്പോൾ മാത്രം ഉണ്ടാക്കുന്നതാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലുള്ളതൊക്കെ പുറത്ത് പറയും എന്ന് പറയാണ്, കുറച്ച് ലഹരി കൂടിയതാണ് എന്ന് പറയാണ്. പിന്നെ ശ്രുതി കൊണ്ടുപോകുന്നത് മനോരമാൻ്റെ അടുത്തേക്കും മോഹനാങ്കറിൻ്റെ അടുത്തേക്കുമാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ആൻറ്റി സംഭാരം എന്ന് പറഞ്ഞിട്ട് ശ്രുതി കൊടുക്കുമ്പോൾ മനോരമ ചോദിക്കുമ്പോൾ, എന്ത് സംഭാരോ, ഡ്രിങ്ക്സ് ഒന്നും റെഡി ആയില്ലേ ചോദിക്കാൻ. അപ്പോൾ ഇതിൽ രണ്ടും ഉണ്ട് പറയുകയാണ്. അപ്പം നീ ആദ്യം പറയേണ്ടേ പറഞ്ഞിട്ട് അവരത് എടുക്കും, മോഹനാങ്കർ എടുക്കും. അപ്പോൾ മനോരമ പറയും, മനോരമ പറയും, മോഹനേട്ടനെ എവിടേക്ക് എടുക്കുന്നതെന്ന്. അവിടെ വെച്ച് ഇനി ഇത് കഴിച്ചിട്ട് ഒരു തലചുറ്റലും ഉണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ ആൾ അതിൽ തന്നെ വെക്കും അടിച്ചിട്ട്. എന്നിട്ട് ശ്രുതി അടുത്ത ആൾക്കാരുടെ അടുത്തേക്ക് പോവുകയാണ്. ശ്യാം അങ്ങനെ മനസ്സിലറിയുന്നു, ഇന്ന് എന്തായാലും എനിക്ക് സ്വഭാവത്തിൽ നോക്കണം, എനിക്ക് എൻ്റേതായ കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്ങനെയും ശ്രുതിനെ ആ ഡ്രിങ്ക്സ് കുടിപ്പിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ശ്യാം. അങ്ങനെ ശ്യാം വന്നിട്ട് അഞ്ജലിയോട് പറയുകയാണ്, അഞ്ജലി നീയും ഡ്രിങ്ക്സ് കുടിക്കുകയാണെന്ന്. അപ്പോൾ അഞ്ജലി പറഞ്ഞു, ഇല്ല ഇത് ശ്രുതി കൊണ്ടുവന്നത് സംഭാരമാണ് പറഞ്ഞതില്ല, എന്നാലും ചെറിയ രീതിയിൽ ഡ്രിങ്ക്സ് ഉണ്ടെന്നാണ് അവൾ പറഞ്ഞത് പറയാണ്. എന്നാൽ നമുക്ക് ശ്രുതിനെയും കുടിപ്പിച്ചാലോ എന്ന് പറയുകയാണ്. ശ്യാം പറയുമ്പോൾ അഞ്ജലി പറയുകയാണ്, അവൾ അതൊന്നും കുടിക്കുന്നുണ്ടാവില്ല ഏട്ടാന്ന് പറയുകയാണ്. അപ്പം അല്ല നീ പറഞ്ഞ അവൾ കേൾക്കും, നീ പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞിട്ട് അഞ്ജലിനെ പറഞ്ഞു വിടുകയാണ്. ഇങ്ങനെ ഡ്രിങ്ക്സ് കൊടുത്ത് കൈ കൊടുത്തിട്ട് അഞ്ജലിനെ ശ്രുതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അഞ്ജലി ചെന്നിട്ട് ശ്രുതിയോട് പറയണം, ഇത് കഴിക്കുക ശ്രുതി എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയുന്നത്, വേണ്ട ചേച്ചി ഇത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുകയാണ്. ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല, ഇത് സംഭാരമാണെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, എന്നാലും എനിക്ക് വേണ്ട, ഞാനിത് കുടിച്ചപ്പോൾ ശരിയാവില്ല എന്ന് പറയുകയാണ്. അതെന്താന്ന് പറയുമ്പോൾ, നീ എന്നെ വിശ്വസിക്കുക, ഇതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ജലി നിർബന്ധിച്ചിട്ട് ശ്രുതിനെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. ശ്രുതി അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അഞ്ജലി ഇപ്പോൾ ചിരിക്കൂട്ടോ. ചിരിച്ച് കഴിയുമ്പോൾ ശ്രുതി ചോദിക്കുക, എന്താ ചോദിക്കുമ്പോൾ ഇതാ പറഞ്ഞത്, നാത്തൂന്മാരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് കാര്യം മനസ്സിലാവും. ശ്രുതി ആകെ കയ്യിൽ നിന്ന് പോയ പോലത്തെ അവസ്ഥയും. പിന്നെ കാണിക്കുന്നത് ആകാശും പ്രീതിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ശ്രുതി കയറി വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ശ്രുതി പറയുകയാണ്, ആകാശേട്ടാ ഐ ലവ് യു പ്രീതി ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ആകാശേട്ടൻ്റെ ചേച്ചി ഉണ്ടല്ലോ അഞ്ജലി ചേച്ചി എന്നോട് നുണ പറഞ്ഞു, കള്ളം പറഞ്ഞു. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ, എന്നെക്കൊണ്ട് ഡ്രിങ്ക്സ് കുടിപ്പിച്ചു, എനിക്കിപ്പോൾ ആകെ കിളിപ്പോയ അവസ്ഥയാണ്, എനിക്ക് എല്ലാം ഒന്നും രണ്ടൊക്കെ ആയിട്ടാണ് കാണുന്നത്, എനിക്ക് ആകെ വയ്യ എന്നൊക്കെ കള്ളു കുടിച്ചൊരു ഫിറ്റായിട്ട് പറയുന്ന പോലെയൊക്കെ പറയണം.
ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മനോരമേനെയാണ്. എല്ലാവരും കിറികൾ നടക്കുകയാണ്, ചിരിച്ചിട്ടൊക്കെയാണ് മനോരമ നടക്കുന്നത്. പിന്നെ അപ്പോൾ ഈ ശ്രുതിയുടെ സംസാരം ഇങ്ങനെ തുടങ്ങുന്നതുകൊണ്ടാണ് അശ്വിൻ വന്ന് കാണുന്നത്. ശ്രുതി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അശ്വിന് മനസ്സിലായി ഇവളുടെ അവസ്ഥ കയ്യിൽ നിന്ന് പോയിട്ട് കിടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആകാശേട്ടന് എനിക്ക് വിശ്വാസമാണ്, ആകാശേട്ടന് ഒരു ജെൻറ്റിൽമാനാണ്, ജെന്യുവിനാണ്, ഈ ഒരു ഗ്രേറ്റ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എൻ്റെ ഭർത്താവിനെ പോലെ അല്ല എന്ന് പറയുമ്പോൾ അശ്വിന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ആ സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഇതിലിനി ഇവരുടെ കല്യാണം കഴിയാനുണ്ടായ സാഹചര്യമൊക്കെ പറയാൻ വരുന്ന സീനൊക്കെയാണ് അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ അശ്വിൻ ഇവളെ പിടിച്ചു മാറ്റുന്നതും പിന്നെ ഇവർ രണ്ടുപേരും റൂം പോയി കിടക്കുന്നതും വരുന്ന സീൻസൊക്കെ ഉണ്ട്. രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആവുന്ന സീൻസൊക്കെ ഉണ്ട്. അശ്വിനും ഇത് കുടിക്കുന്ന സീന് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്